ഓം നമ ശിവായ. അപ്പോൾ സാധാരണയായിട്ട് യുക്തിക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ യുക്തി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതാണ്. എങ്കിലും അപ്പോൾ നമ്മൾ എത്രത്തോളം ആഴ്ച ചെല്ലും തോറും, കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ കുറച്ച് ആശ്രമങ്ങളിലേക്ക് പോയിരുന്നു. അത് 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി പോയ കൂട്ടത്തിൽ കയറിയതാണ്. അപ്പോൾ അവിടെയും അവരിന്ന് പറഞ്ഞൊരു ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു സംഗതി ഇതാണ്: നമ്മുടെ ഉള്ളിലുള്ള ഈ ഞാനെ സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ഞാനെ കീഴടക്കുക, ഞാൻ അറിയുക ഉള്ളിരുന്നിട്ട്. അപ്പോൾ അവർ നാമജപത്തിൻ്റെ ഒരു ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവസാനം നാമം തന്നെ, നമ്മളിരുന്ന് പറയുന്ന നാമം, ആ നാമം കേൾക്കുന്ന ആള് അകത്തൊരു ഒരു അന്തര്യാമിയായ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് ഈ നാമം കേൾക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അങ്ങാക്കുന്ന അങ്ങയുടേതായ ഒരു കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ GM ഹോപ്കിൻസ് പറഞ്ഞതുപോലെ ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ക്വാളിറ്റി ഓഫ് സംതിങ് ദാറ്റ് മേക്സ് സംതിങ് എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്, എന്നെ ഞാനാക്കുന്ന പ്രത്യേകതയുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്തിനെ ഇങ്ങനെ നോക്കിക്കാണുന്ന ഞാനായിരിക്കുന്ന ആ ഒരു സംഗതി, അത് വർഷങ്ങളായിട്ട് ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ ആരാണ്. ഇപ്പൊ ഞാൻ ചോദ്യം ചെറുതായിട്ട് മാറ്റി പിടിച്ചിട്ട് ഞാൻ എന്താണ് എന്നാണ് ഇപ്പൊ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ വാസനകൾ കൊണ്ട്, അല്ലെങ്കിൽ പൂർവ്വജന്മാർജിതങ്ങളായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഞാനാക്കി ഉണ്ടാക്കിയെടുത്ത എൻ്റെ വ്യാപാരങ്ങളുടേതായ ഒരു ടോട്ടാലിറ്റി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഞാൻ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ കൊടുക്കുന്നൊരു മെഡിറ്റേഷനാണ്. നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ശരീരം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നടന്ന് പോകുമ്പോഴും, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് അരിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ലാതാകുമ്പോഴും ഞാനെന്ന് പറയുന്ന ചിന്ത മാത്രം. അപ്പോൾ നമ്മുടെ സ്വപ്നത്തിലാണെങ്കിലും പല രൂപങ്ങളിൽ നമ്മൾ വന്നാലും ഞാനെന്ന് പറയുന്ന ആ ഒരു ഫീൽ നമുക്ക് അതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുമ്പോൾ നമ്മൾ പലയിടത്തും അന്വേഷിക്കുന്നെങ്കിലും ഇപ്പം ഈ നിമിഷത്തിലും ഞാനായിരിക്കുന്നതിനും അങ്ങായിരിക്കുന്നതിനും ഉള്ള കാരണം എന്താണ്? ഈ തന്ത്രപരമായ ചോദ്യം, വാക്കുകൾ കൊണ്ടുള്ള ഈ കസർത്ത്, ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു രൂപമാണ്. ഇത് മനസ്സിന്റെ കളിയാണ്. ഇത് ഞാൻ ആര് എന്ന ചോദ്യമാണ് ഈ കറക്കി തിരിച്ച് ചോദിച്ചത്. ഇതല്ലേ നമ്മുടെ ഇത്രയും പല സമയത്തും സംസാരിച്ചതിനെ കുറിച്ചാണ്. അപ്പൊ ഇതാണ് മനസ്സും ഒന്നിനെ പറഞ്ഞ് ക്ലിയർ ചെയ്യുമ്പോൾ അത് മാറി അതേ ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ള ചോദ്യമല്ല. കാരണം നമ്മൾ കേൾക്കുന്ന ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ള ചോദ്യമായിട്ട് കൂടിയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചോദിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. അല്ലെ പിന്നെ ഈ സംസാരമില്ലല്ലോ. അല്ല, ആരെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു എലമെന്റ് വരും. പക്ഷെ ആ ഐഡന്റിറ്റി ഇപ്പൊ തന്നെ ഈ ഇതിനെ ഞാനൊരു ഇലയെന്ന് പേരിട്ട് വിളിക്കുന്നു. ഇതിനങ്ങനെ അതായതുകൊണ്ട് പക്ഷെ ഇതിനറിയില്ല ഇത് ഇലയാണെന്നുള്ളത്. അറിയാം. അല്ല, ഈ പേര് അതാണെന്നുള്ളതേ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പേര് അതാണെന്നുള്ളത് അതെ, നമ്മളിട്ട പേരാണ് എന്ന് പറയും പോലെ ഞാനെന്ന് പറയുന്നത് ഇപ്പൊ എന്റെ പേര്, പിന്നെ ഞാൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷൻ, കേരളീയൻ, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകും. ആ ഒരു സ്ഥാനത്തേക്ക് പോകുന്ന ആര്. പക്ഷെ അത് എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിനെ തുടർന്ന് മറ്റൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്: എന്തിന്? ഇതെന്തിന്? അതെ, മെറ്റീരിയൽ ഐഡന്റിറ്റി. സോ ചോദ്യം ഇത്രയേ ഉള്ളൂ: കാണപ്പെടുന്ന ഞാനും കാണപ്പെടാത്ത ഞാനും, ആര്, എന്ത്, എന്തിന്. ഇത് തന്നെയാണ് ഞാൻ ആദ്യം എന്നോട് ചോദിച്ചത്. ഞാൻ ആര്, ഞാൻ എവിടെ നിന്ന് ജനിച്ചു, എന്തിന് ജനിച്ചു, എന്തുകൊണ്ട് വയസ്സാകുന്നു. നമ്മുടെ നാട്ടുകാർ അറിയാൻ താൻ ആര് മുമ്പ് കാണുന്ന ആളോട് ചോദിക്കാം. മരിക്കും. ഞാൻ ഒരുപാട് മരണങ്ങൾ കണ്ടു. ഇവിടെ ഇവരെല്ലാം എന്തെല്ലാം അഭ്യാസം കാണിച്ചവരാണ്. അപ്പൊ ഞാനും ഒരു ദിവസം ഇതുപോലെ വീഴും. അപ്പൊ പിന്നെ ഇത് മരിച്ചിട്ട് അവിടെ പോവും. ഇതാണ് അവസാനമാണോ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. ഇപ്പൊ ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞാൽ, ഞാൻ ആര്, അല്ലെങ്കിൽ ഞാൻ എന്ത്, ഈ പറയുന്ന ഈ ദേഹത്തിരിക്കുന്ന ഞാൻ, അങ്ങനെ ഒരു ഞാനില്ല. ഇത് കാരണം അതിനപ്പുറം ഇത് പറയാൻ കഴിയില്ല. എന്നാൽ ഞാനൊരു ഉദാഹരണം പറയാം. നേരത്തെ ഐസ് കട്ടയുടെ അല്ല, ഈ ഉപ്പുപാവയുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ഒരു ഐസ് കട്ടയുടെ കാര്യം പറയാം. ഐസ് വെച്ച് ഒരു പോരാളിയുടെ രൂപം ഉണ്ടാക്കുക. അവനൊരു വ്യക്തിത്വം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അവനറിയാം ഞാനൊരു പോരാളിയാണ്. മാറി നിന്ന് നോക്കുന്നത് നമുക്കെന്തറിയാം? നീ ആഫ്റ്റർ ഓൾ നീ ഒരു ഐസാണ്, ശരിയല്ലേ? അപ്പൊ ഐസ് കട്ടയായി ഇരിക്കുമ്പോൾ അവൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഐസ് കട്ട വെള്ളത്തിൽ നിന്നുണ്ടായി, ഇത്രയാണ് ടെമ്പറേച്ചർ, ഇത്ര
കാഠിന്യമുണ്ട്, ആന, ചേന, കൊക്ക്, കോണ്, ഇങ്ങനെയൊക്കെ കുറേ ആരോപണങ്ങൾ അതിനകത്ത് ഈ ഭൗതികമായ ആരോപണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഇതല്ല, തെറ്റിനെ പറയുന്നതല്ല. ആരോപിക്കുക എന്ന് പറഞ്ഞാൽ അധ്യാരോപം എന്ന് പറയാം. നാം അതിൽ ആരോപിക്കുന്നതാണ്, കൽപ്പിക്കുന്നതാണ് ജീവിതം, വ്യക്തിത്വം. അപ്പൊ ഇയാൾക്കൊരു വ്യക്തിത്വം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്, അയാളും സ്വയം കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഐസാണ്. കാരണം ഇവന്റെ മെറ്റീരിയൽ കൊഹിസീവ്നെസ് എന്ന് പറയും, നമ്മുടെ സെൽ ബൈൻഡിങ്. അപ്പൊ നമുക്കറിയാം ഇവൻ ഐസ് കട്ടയാണ്, എന്നാൽ അവനറിയില്ല അവൻ ഐസ് കട്ടയാണ്. കാരണം ഇപ്പൊ അവൻ ഐസ് കട്ടയായിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഞാൻ ഐസ് കട്ടയാണെന്ന് ജനങ്ങൾ വിളിക്കുന്നു, പക്ഷെ അവന്റെ ചോദ്യം കൂട്ടി ഞാൻ ആര് എന്ന് അവനും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചോദിച്ചു അല്ലെ ഞാൻ എന്ത്? അപ്പൊ നമ്മൾ പറയുന്നു നീ ജലതന്മാത്രകളാണ്. അവൻ ചോദിക്കും ജലോ? ഏയ് ഇടിച്ചു നോക്കടാ ഞാൻ ജലോ എന്ന് അവൻ എന്നോട് പറയും, ഇല്ലേ? അവന്റെ വ്യക്തിത്വം അതായിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഇവൻ വെള്ളമാകും ചൂട് കൂടിയാൽ. അപ്പോൾ വെള്ളം ഐസ് ഉരുകി അവൻ വെള്ളമായി. അപ്പോൾ അവൻ ഐസ് കെട്ടയാണ്, വെള്ളമാണ്. അപ്പോൾ അവന്റെ വ്യക്തിത്വം അവൻ അറിയുന്നത് വെള്ളമായിട്ടാണ്. നേരത്തെ പറഞ്ഞില്ലേ, എന്റെ ഉള്ളിൽ ഒരു ഞാൻ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവൻ അറിയുന്നില്ല, അവൻ ഐസ് കെട്ടയായി അറിയുന്നു. അത് കഴിഞ്ഞ് അവൻ വെള്ളമായി മാറിയപ്പോൾ അവൻ ധരിക്കുന്നു ഞാൻ വെള്ളമാണ്. നമുക്കറിയാം ഈ ഐസ് കെട്ട തന്നെയാണ് വെള്ളമായത്. ഇവനെ വീണ്ടും ചൂടാക്കിയാൽ നമുക്കറിയാം ഇവൻ നീരാവിയാകുമെന്ന്. അപ്പൊ നീരാവിയാകുമ്പോൾ അവൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും? അവനപ്പോൾ വെള്ളമാണെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് വട്ടോ, ഞാൻ നീരാവിയാണ് എന്നാണ് അവൻ പറയുന്നത്. ആ നീരാവി വീണ്ടും ചൂടായാലോ ക്രമാതീതമായ അവസ്ഥയിൽ അത് രണ്ട് ഗ്യാസായിട്ട് വേർതിരിഞ്ഞു പോകും, വാതകമായി മാറും, അത് അരൂപിയായി. അപ്പൊ അവിടെ ഉണ്ട് അവൻ ചിന്തിക്കും ഞാൻ അരൂപിയായ എന്തോ ആണ്. അവൻ ഈ വെള്ളത്തെക്കുറിച്ചോ നീരാവിയെക്കുറിച്ചോ ഒരു ധാരണയില്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഡിഫറെന്റ് പ്ലേ ഓഫ് കോൺഷ്യസ്നെസ്. ഈ വജ്രേശ്വരിയിലെ മുക്താനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട് ചിത് ശക്തി വിലാസ് ദ പ്ലേ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ പുസ്തകമുണ്ട്. ഇതാണ് നമ്മുടെ പിന്നെ ഭൂമി. ഔട്ടർ ബോഡിയുടെ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ മനസ്സിലാണ് ഈ ഔട്ടും ഇന്നും പ്രശ്നം അതാണ്. അപ്പൊ ഈ ഔട്ടർ ബോഡി എന്ന് പറഞ്ഞില്ലേ, ഈ എന്താണ് ഔട്ടർ ബോഡി? ഇവിടെ ഈ ആ അന്തരീക്ഷത്തിൽ നിന്ന് പിന്നെ അരൂപിയായി നിന്ന നമ്മുടെ കണ്ണിനാണ് അരൂപം. അവിടെ അങ്ങനെ ഒരു രൂപമില്ല, നമ്മുടെ കണ്ണിന് വഴങ്ങാത്തതുകൊണ്ടാണ് അരൂപം എന്ന് വിളിച്ചത്. ഈ പട്ടികൾ കാണുന്ന ചില രൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പട്ടികൾ പറയുന്നത് ഒരു കഴിവില്ലാത്തവരാണെന്ന് വേണമെങ്കിൽ ആ പട്ടി പറയും, കണ്ണുപൊട്ടായി നമ്മളെ വിളിക്കുന്നതാണ്. ശരിയോ തെറ്റോ? പട്ടിയുടെ കാഴ്ചപ്പാടി നമ്മൾ പൊട്ടന്മാരാ. അവൻ കേൾക്കുന്ന ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു ദിവസം വവ്വാലെണ്ണീറ്റെന്ന് പറയും, ഈ ഉമ്മർക്ക് വല്ല കാര്യമുണ്ട്, ഞാൻ തിരിച്ചറിയുന്ന എന്റെ ശബ്ദബീജികൾ ഉമ്മർക്ക് തിരിച്ചറിയാനേ പറ്റില്ലെന്ന് പറയും. ഇതിൽ ഏതാ ശരി? അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് എണ്ണിയാലൊടുങ്ങാത്ത ഡയമെൻഷൻസ് ആണ്. നിങ്ങൾ ആ ഡയമെൻഷനിലുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് ഞാൻ എന്ന ബോധം വരുന്നത്. ഇപ്പൊ ചെടി ഇലയെ കുറിച്ച് ചോദിച്ചു. ഈ ഇല എന്ന് പറയുന്നതിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അത് വളരുന്നത്, അത് മഞ്ഞിക്കുന്നത്, അത് കൊഴിയുന്നത്, പുതിയ ഇല വരുന്നത്. അതിലും ഇലകൾ എന്ന് പറയുന്ന സൂക്ഷ്മ തന്മാത്ര. വീട്ടിൽ നിശാഗന്ധി പൂത്തായിരുന്നു രാത്രി. ഇപ്പൊ ഞാനൊരു 11 മണിക്ക് എന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഫോട്ടോ എടുക്കാൻ വന്ന നമ്മുടെ സുഹൃത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചെടികളൊക്കെ എന്ത് ഗംഭീരമാണ്, അവർക്ക് ഇത്രയും മനോഹരമായ പൂക്കളുണ്ടെന്ന്. മനുഷ്യന്റെ കാര്യത്തിൽ ഒരു പൂവലും വരുന്നില്ല. അപ്പൊ ആള് കുറച്ച് ആലോചിച്ച് പറഞ്ഞു, ശരിയാണ്, നമ്മുടെ ചെവിയിൽ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ പൂവൊക്കെ എന്ന് പറയും പോലെ ആണ് ഈ ഒരു ചിന്താധാര. അല്ല, ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, ഇപ്പൊ ഞാൻ റാഷണലിസ്റ്റുകളായ ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ശരി നിങ്ങൾ പറഞ്ഞ പോലെ കേവലം ഒരു ആകസ്മികത, നേരത്തെ പറഞ്ഞ പോലെ യാദൃച്ഛികമായി പൊട്ടിത്തെറിച്ച അല്ല, അവർ പറയുന്നത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുണ്ടായതാണ്. ഭൂമി അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പൊട്ടിത്തെറിച്ച് വീണ്ടുന്നെങ്കിൽ നമ്മൾ ആരും ഉണ്ടാവില്ലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ കോടാനുകോടി ഫിംഗർ പ്രിന്റുകൾ അതിനൊന്നും റെപ്ലിക്ക വരുന്നില്ല, ആവർത്തനങ്ങൾ വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ശരി, നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഭൗതികതയിൽ അടിച്ചുയർത്ത് നിങ്ങൾ വിശ്വസിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ഈ ദുഃഖങ്ങളുടെ കാരണം എന്താണ്? ഈ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ക്യാരി ചെയ്യുന്ന കുറെ ദുഃഖങ്ങളുണ്ട്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു സാധനം ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ലെവലിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടുള്ള ഒരു ചാട്ടത്തിൻ്റെതായിട്ട് മനസ്സിലാണ്. മനസ്സിലാണ്. പക്ഷെ മനസ്സിൽ നമുക്ക് നിരാകരിക്കാനും പറ്റൂലല്ലോ പൂർണ്ണമായിട്ട്. അല്ലെങ്കിലും ഈ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു വലയത്തിനകത്താണ് എന്റെ ചിന്തകൾ വരുന്നത്. അങ്ങയുടെ ചിന്തകൾ ആ രീതിയിലായിരിക്കും, ഇദ്ദേഹത്തിന്റെ അത് ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള എല്ലാം അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇതിനെ ഇരുന്നുകൊണ്ട് ഹു ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദിസ് മൈൻഡ്, അത് എന്തുകൊണ്ട് ഈ പർട്ടിക്കുലർ രീതിയിലേക്ക് ഇവിടെ വന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് അറിയാൻ എനിക്കൊരു ആഗ്രഹം കാണുമല്ലോ. ഈ ചോദ്യത്തിന്
നിങ്ങളുടെ മനസ്സിനത് മനസ്സിലാവില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പോലും പറഞ്ഞത്. ഐസുകട്ടയായി ഇരിക്കുന്ന മനുഷ്യന് വെള്ളത്തെക്കുറിച്ച് അറിയാൻ കഴിയില്ല. വെള്ളമായിരിക്കുന്ന മനുഷ്യന് ഐസുകട്ട എന്തെന്നറിയില്ല. സത്യത്തിൽ അങ്ങനെ അറിയുന്ന ഒരാളിനത് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ സംഭവിക്കേണ്ടെന്നുള്ളത് ആകെ ഞാൻ ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ ആരെങ്കിലും ഒരു ഗുരുവിന് പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. അവർക്കിത് അനുഭവിക്കാനേ പറ്റും. ഇപ്പൊ കൃഷ്ണൻ തന്നെ അർജുനോട് പറയുന്നുണ്ട്, അപ്പൊ ഞാൻ എന്നെ അറിയുന്നു, ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് എന്നെ അറിയാം, പക്ഷെ നിനക്ക് നിന്നെ അറിയില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അവർ നരനും നാരായണനുമാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും അല്ല, എന്താണെങ്കിലും ആ ഒരു രീതിയിലാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരാള് സ്വമ്മിനെ അറിഞ്ഞു, മറ്റേ ആളത് അറിയുന്നില്ല. ആ കൃഷ്ണൻ വേദവ്യാസനാണ്. അല്ല, അതൊക്കെ അത് എങ്കിൽ നമ്മൾ പറഞ്ഞു വന്ന രീതിയിൽ പറയുന്നു. കൃഷ്ണൻ ആയിക്കോട്ടെ, വേറെ ഇപ്പൊ ഒരു ഗുരു ശിഷ്യനും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മള് ഉദാലകനും ഇതും കൂടെ പറയുന്നുണ്ട്, ശ്വേതകേതും തമ്മിലുള്ള ഇതിലും പറയുന്നുണ്ട് തന്നെ. ഇതിലെല്ലാത്തിലും എല്ലാ ഗുരുവും അവസാനം പറയട നിന്നെ കൊണ്ട് തന്നെ മനസ്സിലാവില്ല, നിനക്ക് ഞാൻ അത്യാവശ്യത്തിന് ഇപ്പോൾ താൽക്കാലികമായി ഒരു ദൃഷ്ടി തരാം. ആരാ പറഞ്ഞ്? വിശ്വരൂപ ദർശനം കാണുന്നപ്പോഴാണ്. ഈ മൂന്നാമത്തെ കണ്ണ് തുറന്നു കൊടുക്കുമ്പോഴാണ് ഇവന് ഈ വിശ്വരൂപം കാണുന്നത്. അത് ബൈ ഫോഴ്സ്. അപ്പൊ അവിടെയും നമുക്ക് ഗുരു ഒരു ഓഫർ തരാണ്. എടാ, ഇങ്ങനൊരു സാധ്യതയുണ്ട്. ആ വേദവ്യാസൻ വായിക്കുന്ന ആത്മാവിനോട്, നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാ. അതിലെ കൃഷ്ണൻ വേദവ്യാസനാണ്. ആ വേദവ്യാസൻ നമ്മോട് പറയാണ്, നീ ഇനി എത്രയൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല. നീ ഇങ്ങനെ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നിന്റെ മൂന്നാമത്തെ കണ്ണ് തുറക്കണം. അത് തുറന്നാൽ നിനക്ക് എന്നെ കാണാം. അപ്പൊ പിന്നെ ഞാനും നീയുമില്ല. മനസ്സിലായ? ചോദിക്കുന്നവനും ഇല്ല, ചോദ്യം കേൾക്കുന്നവനല്ല, അല്ലെങ്കിൽ സിയറും ഇല്ല, സീനും ഇല്ല. അങ്ങനെ ഒരു ആ ദ്വൈതാവസ്ഥയിലേക്ക് മാറും. ത്രിപുടികളുടെ സംഗമം അവിടെ സംഭവിക്കും. അവിടെ മനസ്സ് വന്ന് ഒരുപാട് വ്യാഖ്യാനങ്ങളിലേക്ക് പോകും. അവിടെ അനുഭവമാണ്. ഇത്രയേ ഉള്ളൂ. ജന്മന അന്ധനായി ജനിച്ചൊരു കുട്ടി, നമ്മുടെ അവൻ ഇന്റലക്ച്വലി ഹൈ എഫിഷ്യൻ്റാണ്. അവൻ വന്നിട്ട് ചോദിക്കാണ്, നമ്മൾ പറഞ്ഞ് എന്തായിരിക്കുന്ന തൊട്ട് നോക്കിയില്ല, എടാ ഈ ഇലയ്ക്ക് ഒരു കൂടുതൽ പച്ചയും ചുവപ്പും കൂടെ ഒരുമിച്ചുണ്ട്. അങ്കിൾ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താണ് ഈ പച്ചയും ചുവപ്പും? അവനൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റോ? അവൻ ആവർത്തിച്ച് പച്ചയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവൻ എന്തെന്ന് ചോദിക്കും. അടുത്ത ചോദ്യം, എടാ അത് ചുവപ്പ് അല്ല പച്ച. ഇവന് ഈ നിറത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും ജന്മന അന്ധനായി. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരാളിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മനുഷ്യന്റെ രൂപം എങ്ങനെയാണ്, എന്തെങ്കിലും സ്വപ്നം കാണുമോ? സ്വപ്നം കാണില്ല, ഒരു ഡാർക്ക് ഇത് മാത്രമാണ് വരുന്നത് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ അവരുടെ കോൺഷ്യസിൽ എവിടെയോ ചില ബോധങ്ങളിൽ ചില സാധനങ്ങളുണ്ട്. നമ്മുടെ സങ്കല്പം നാം തിരിച്ചറിയുന്ന രീതിയിൽ നിറങ്ങൾ അവൻ അറിയാൻ കഴിയില്ല. അവൻ അത് അറിയണമെങ്കിൽ, അവന്റെ ചോദ്യങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ഇവന് കാഴ്ച കിട്ടണം. അവന്റെ കണ്ണിന് എന്താണോ കാഴ്ചക്ക് അന്ധതയ്ക്ക് കാരണമായെന്ന് അതിനെ കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്ത് ജ്ഞാനക്കണ്ണ് തുറക്കണം.